ആഘോഷിച്ച വളയഞ്ചിറങ്ങര മന്നൻ വിദ്യാഭവൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മികച്ച വായനാ പതിപ്പുകൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരുടെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച വായനാ ദിനാഘോഷ പരിപാടി ശ്രദ്ധേയമായി. വായനയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനായി വിവിധ പരിപാടികളോടെയാണ് വായനാ ദിനം ആഘോഷിച്ചത്. പ്രശസ്ത ചിത്രകാരൻ PP രാജേന്ദ്രൻ കർത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കേരളത്തിലെ ഗ്രന്ഥശാലകൾ PN പണിക്കർ ചരമദിനം, അത് ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇന്ന് വായനാ ദിനം ഈ ഒരാഴ്ചക്കാലം വായനാ വാരവുമായിട്ട് ഇപ്പോൾ ഗ്രന്ഥശാലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അറിവിനെ സംബന്ധിച്ച് അക്ഷരത്തെ സംബന്ധിച്ചൊക്കെ വായന പല വിധത്തിലുള്ള വായനയുണ്ട്. മനസ്സുകൊണ്ട് വായിക്കുക, പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുക, സംഗീതോപകരണങ്ങൾ ഓടക്കുഴൽ പോലെ, അതുപോലെ തന്നെ വീണ വായന, അത് ഉപകരണ വായനയുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടിലെ വായനയുണ്ട്, നേരിട്ടുള്ള വായനയുണ്ട്. ഈ വായനകളൊക്കെ തന്നെ നമ്മൾ എങ്ങനെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉള്ളിലേക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നു എന്നതനുസരിച്ചാണ് അതിൻ്റെ വിജയം. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പുരോഗതി അക്ഷരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സമൂഹത്തിലുള്ള പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസം നൽകുന്ന തിരിച്ചറിവുകൾ, അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവ് കൂടി വേണം. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നുള്ളൊരു നിസ്സാരങ്ങളായ വഴക്കിലോ അല്ലെങ്കിൽ നിസ്സാരങ്ങളായ കാഴ്ചപ്പാടിലോ രൂപമാണ്, അത് നമ്മുടെ സ്ഥായിയായൊരു നിലനിൽപ്പായിരിക്കും. ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ശീലങ്ങളിൽ നിന്നാണ് വായനാദിനത്തിൻ്റെ പ്രസക്തി. അതിൽ നമ്മളെ മലയാളത്തിൽ ഇഷ്ടംപോലെ സാഹിത്യകാരന്മാരുണ്ട്. MT മുതൽ MT അതുപോലെ തന്നെ മലയാളത്തിലെ ബാലാമണി അമ്മ, ഇഷ്ടംപോലെ കവികളുണ്ട്, കഥാകൃത്തുകളുണ്ട്. അവർക്ക് ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ അവരുടെ അറിവ് നേടിയതല്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു വാക്കിൽ ഒരു വാചകത്തിൻ്റെയും ഒരു വാചകത്തിൽ ഒരു ഖണ്ഡികയുടെയും ഒരു ഖണ്ഡികയിൽ ഒരു മുഴുവൻ പുസ്തകത്തിൻ്റെയും ആശയങ്ങൾ ഉൾപ്പെടുത്തി കഥയും കവിതയും ഒക്കെ ആവിഷ്കരിക്കുമ്പോൾ അത് നല്ലൊരു സാഹിത്യ സൃഷ്ടിയാവുന്നു. ഈ ഒരു അനുഭവതലം തന്നെയാണ് അറിവിൻ്റെ തലത്തിലും നമ്മുടെ വീക്ഷണത്തിൻ്റെ തലത്തിലൊക്കെ നമ്മളെ നമ്മാക്കി മാറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് വളയഞ്ചിറങ്ങര മന്നൻ വിദ്യാഭവനിൽ ഞാൻ ജനിച്ച നാടാണ്. ഞാൻ ജനിച്ച നാടിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവസരം തന്ന ഇവിടുത്തെ ടീച്ചറിനോട് അതുപോലെ സ്റ്റാഫുകളോട് മാനേജറോട് എല്ലാവരോടുമുള്ള ഇവിടെ ഇന്ന് ഒരു ദിവസം കുട്ടികളുമായിട്ട് കുറച്ച് കവിതകളൊക്കെ ആലപിക്കാൻ സാധിച്ചതിലും അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിച്ചതിനുമുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും, എല്ലാ രക്ഷിതാക്കൾക്കും, അറിവ് ആഗ്രഹിക്കുന്ന, അറിവിൻ്റെ പ്രകാശമായിരിക്കുന്ന, വെളിച്ചമായിരിക്കുന്ന എല്ലാവർക്കും ഈ വായനാ ദിനത്തിൻ്റെ ആശംസകളും സന്തോഷവും അറിയിക്കുകയാണ്. മന്നൻ വിദ്യാഭവനെ കുറിച്ച് എഴുതിയ പാട്ട് കുട്ടികൾക്കായി ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അഴകുണ്ടിവിടെ അഴലില്ലിവിടെ അകതാരിൽ പല നന്മകളും അകതാരിൽ പല നന്മകളും കലയുണ്ടിവിടെ കളിയുണ്ടിവിടെ ജീവിത വിജയ പടവുകളും മന്നം വിദ്യാഭവനിതു ഞങ്ങൾക്ക് അഭിമാനത്തിൻ മിഴിവെട്ടം. ഹെഡ് മിസ്ട്രസ് IC വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് നിഷ രജീഷ് ആശംസകൾ നേർന്നു. നിങ്ങൾക്ക് മാഷ് പാടിത്തന്ന കവിതയൊക്കെ ഇഷ്ടായോ? കവിത പാടി, കഥകൾ പറഞ്ഞു അല്ലേ, ഒരുപാട് കാര്യങ്ങൾ മാഷ് പറഞ്ഞു തന്നു. നമുക്ക് ഇങ്ങനൊരു വായനാദിന ആഘോഷം വെക്കുന്നത് എന്തിനാ? വായിക്കാൻ വേണ്ടി, വായനയുടെ പ്രാധാന്യം, വായനാശീലം നമ്മളുടെ വളർത്തുക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വായനാ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇവിടെ ലൈബ്രറി ഉണ്ട്, വായിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വായന പതിപ്പ്, പോസ്റ്റർ, ക്വിസ് മത്സരം, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ നമ്മളിവിടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ വായനാദിന പതിപ്പുകൾ കണ്ടു, എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അവർക്ക് സമ്മാനങ്ങളുണ്ട്. ഇനി സമ്മാനം കിട്ടാത്തവർ ഒട്ടും വിഷമിക്കേണ്ട.
നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നല്ലേ സമ്മാനം കിട്ടുള്ളൂ എന്ന് വെച്ച് മറ്റുള്ളവരൊന്നും മോശമാണെന്നല്ല കേട്ടോ. എല്ലാവരും നന്നായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ സമ്മാനം ആകെ 3 കിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഇനി ട്രൈ ചെയ്യണം ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല മനോഹരമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. ഉദ്ഘാടകനെ മൊമെന്റോ നൽകി ആദരിച്ചു. അധ്യാപിക സരിത മോൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലി. കുട്ടികൾ ഏറ്റുചൊല്ലി. വായനാ ദിന പ്രതിജ്ഞ. ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തുടങ്ങിയവയ്ക്കുമെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ക്വിസ് മത്സരത്തിൽ വിജയികളായ ഡാൻ ഷാജി, നവീൻ എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മികച്ച വായനാ പതിപ്പുകൾ വിലയിരുത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 3ാം ക്ലാസ്സിലെ എഫ്രിൻ കെ അനിൽ, മാധവനുണ്ണി, ദുർഗ, ഇഗ എസ് പ്രാൻ എന്നിവർ സമ്മാനത്തിന് അർഹരായി. പ്രോത്സാഹന സമ്മാനങ്ങൾ നിഹാര, നിവേദ എന്നിവർക്ക് ലഭിച്ചു. 4ാം ക്ലാസ്സിലെ ലുഡിയ മോൾ, നവീൻ, ശിവയാമി PR എന്നിവരെ തിരഞ്ഞെടുത്തു. അവന്തിക അരുൺ, അനിക ദീപേഷ്, ശ്രീഭദ്ര എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. അക്ഷര ആർ പണിക്കർ വായനാ ദിന സന്ദേശം നൽകി. കുട്ടികൾ കവിതയും നാടൻപാട്ടും അവതരിപ്പിച്ചു. വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അധ്യാപകർ സന്ദേശം നൽകി. വായനയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയും പുസ്തകങ്ങളുമായി കൂടുതൽ അടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് വായനാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും പങ്കെടുത്തു. PTA കമ്മിറ്റി മെമ്പർ ജിസ്ന നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.